ഇസ്രയേലുമായി നടത്തുന്ന തുടർച്ചയായ ആയുധ വിൽപ്പനകൾ അവസാനിപ്പിക്കുവാൻ ഡെൻമാർക്കിനെതിരെ കേസ് നൽകാൻ രാജ്യത്തെ NGO-കൾ. ഓക്സ്ഫാം, ഡെൻമാർക്ക് ആക്ഷൻ എയ്ഡഡ് ഡെൻമാർക്ക്, പലസ്തീനിയൻ മനുഷ്യാവകാശ സംഘടനയായ അൽഹഖ് എന്നീ സംഘടനകൾ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഡെൻമാർക്ക് പോലീസിനും വിദേശകാര്യ മന്ത്രാലയത്തിനുമെതിരെ കേസ് നൽകുന്ന കാര്യം അറിയിച്ചത്. ഇരു കൂട്ടരുമാണ് ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകുന്നത്. ഗാസയിലെ പലസ്തീനികൾക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് ഡെൻമാർക്കിൽ നിന്ന് കയറ്റുമതി ചെയ്ത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ സംഘടനകൾ ആശങ്ക രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 മാസമായി ഗാസയിൽ വംശഹത്യ നടക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നത് കാണുന്നില്ല എന്നും ആക്ഷൻ എയ്ഡഡ് ഡെൻമാർക്കിന്റെ ജനറൽ സെക്രട്ടറി ടീം വൈറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ഡാനിഷ് കമ്പനികൾ നടത്തുന്ന ആയുധ കയറ്റുമതികൾ അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് കാരണമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള UN ആയുധ വ്യാപാര കരാറിലും ആയുധ കയറ്റുമതിയിലെ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളിലും ഡെൻമാർക്ക് ഒപ്പുവെച്ചിരുന്നു. അടുത്ത 3 ആഴ്ചയിൽ കേസ് ഫയൽ ചെയ്യുമെന്നറിയിച്ച സംഘടനകൾ ഏത് കോടതിയാണ് സമീപിക്കുകയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇസ്രയേലിന് വിൽപ്പന നടത്തുന്ന ആയുധങ്ങൾ ഗാസയിൽ അവർ ഉപയോഗിച്ചാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘനങ്ങൾക്ക് കാരണമാകുമെന്നും ഉടൻ നിർത്തലാക്കണമെന്നും UN വിദഗ്ധർ കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു. അതിനിടെ പലസ്തീനെ അംഗീകരിക്കാതെ ഇസ്രയേലുമായി ബന്ധം സാധ്യമാകില്ലെന്ന് സൗദി അറേബ്യ വീണ്ടും US-നെ അറിയിച്ചു. സൗദിയുടെ നിലപാട് പേര് വെളിപ്പെടുത്താത്ത നയതന്ത്രജ്ഞനാണ് പ്രാദേശിക മാധ്യമത്തോട് പങ്കുവച്ചത്. ഇസ്രയേലിനെ അംഗീകരിച്ചാൽ സൗദിക്കെതിരെയുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി തടയാൻ US-ന് പോലും സാധിക്കില്ലെന്നും മുതിർന്ന നയതന്ത്രജ്ഞൻ പറഞ്ഞു. ദ്വിരാഷ്ട്ര ഫോർമുല അംഗീകരിക്കാത്ത ഇസ്രയേലിന്റെ നടപടി സ്വന്തം കാലിൽ വെടിവെക്കുന്നതിന് തുല്യമാണെന്നും സൗദി നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകി. സൗദിയുമായി ഇസ്രയേലിന്റെ ബന്ധം പുനഃസ്ഥാപിക്കാൻ US ശ്രമം തുടരുന്നതിനിടെയാണ് സൗദി വീണ്ടും നിലപാട് വ്യക്തമാക്കിയത്. സൗദി അറേബ്യ US-ന് നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ പേര് വെളിപ്പെടുത്താത്ത സൗദിയിലെ മുതിർന്ന നയതന്ത്രജ്ഞർ പ്രാദേശിക മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇസ്രയേലുമായി സൗദിയെ അടുപ്പിക്കാനാണ് US ശ്രമം. എന്നാൽ അതിന്റെ പേരിൽ സൗദിക്കുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി തടയാൻ US-നാകില്ല. സൗദിക്കുള്ള ആയുധ കരാറുകൾ പോലും US വിലങ്ങായി നിൽക്കുകയാണ്. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നയതന്ത്രജ്ഞന്റെ തുടർന്നുള്ള വാക്കുകൾ. ഒക്ടോബർ 7-ലുണ്ടായതുപോലുള്ള ആക്രമണം പോലുള്ളവ തടയാൻ ഇസ്രയേലിനുള്ള വഴി സമാധാനപാത അംഗീകരിച്ച് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കലാണ്. ഇസ്രയേലുമായി സൗദി ബന്ധത്തിന് തയ്യാറാണ്. അതിന് പലസ്തീനെ അംഗീകരിച്ചേ പറ്റൂ. ഈ നിലപാട് സൗദി US-നെ അറിയിച്ചിട്ടുമുണ്ട്. പലസ്തീനെ അംഗീകരിക്കില്ലെന്നായിരുന്നു നേരത്തെയുള്ള US നിലപാട്. ആ കടുംപിടുത്തം US ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. ഇസ്രയേലും അതിന് തയ്യാറായാൽ മേഖലയിൽ സമാധാനമുണ്ടാകും. പലസ്തീൻ വിഷയത്തിൽ ഐക്യ സർക്കാർ രൂപീകരിക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകും. പലസ്തീൻ രാഷ്ട്രം പിറക്കാതെ മേഖലയിൽ സമാധാനമുണ്ടാകില്ല. അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഇസ്രയേൽ സ്വന്തം കാലിൽ വെടിവെക്കുന്ന നടപടിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും സൗദി നയതന്ത്രജ്ഞൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രം പിറക്കാതെ ഇസ്രയേലുമായി കൂട്ടുകൂടാനാകില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ റഫയ്ക്ക് നേരെ ആക്രമണം ആസന്നമാണെന്ന സൂചന നൽകി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്. ആക്രമണം നടത്തും മുമ്പ് സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് യാതൊരു പദ്ധതിയും ഇസ്രയേൽ കൈമാറിയിട്ടില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഫയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതി അന്തിമഘട്ടത്തിലാണെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. ഒക്ടോബർ 7-ന്റെ കുറ്റകൃത്യത്തിൽ പങ്കുചേർന്ന മുഴുവൻ പേരെയും ഗാസയിലും പുറത്തും ഉന്മൂലനം ചെയ്യുമെന്നും ഗാലൻ പറഞ്ഞു. ലക്ഷങ്ങൾ അധിവസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വലിയ മാനുഷിക ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും അമേരിക്കയും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.